നമസ്കാരം. ജ്യോതിഷത്തിൽ ബുധനെ അറിവിൻ്റെയും അതേപോലെ തന്നെ ബുദ്ധിയുടെയും ഗ്രഹമായി തന്നെയാണ് കണക്കാക്കുന്നത്. ജനുവരി 7 രാത്രി 8:57 ബുധൻ ധനുരാശിയിൽ സംക്രമിച്ചിരിക്കുകയാണ്. വ്യാഴത്തിൻ്റെ രാശിയിൽ ബുധൻ പ്രവേശിക്കുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാകുന്നു. ഒട്ടുമിക്കവരുടെയും ബുദ്ധിയും അറിവും വർദ്ധിപ്പിക്കും എന്നാണ് കരുതപ്പെടുന്നത്. അതിനാൽ തന്നെ ബുധന്റെ സംക്രമം മൂലം ധനുരാശിയിൽ ബുധാദിത്യ രാജയോഗം രൂപപ്പെടുന്നതാകുന്നു. ചില രാശിക്കാർക്ക് ബുധന്റെ സംക്രമണം വളരെയേറെ ഗുണം ചെയ്യും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അത്തരത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ നക്ഷത്രവും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പറയുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാർക്ക് ബുധന്റെ സംക്രമണം മൂലം വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. മേടം രാശിക്കാർക്ക് പ്രധാനമായും ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നു എന്ന് തന്നെ പറയാം. ജോലിയുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. വളരെ കാലമായി മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനോ അല്ലെങ്കിൽ പരിഹരിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അടുത്തിടെ നിങ്ങളുടെ പുതിയ ബിസിനസ് ഏതെങ്കിലും രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ ബിസിനസ് പുരോഗതി പ്രാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം വിജയങ്ങൾ സ്വന്തമാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ശുഭകരമായ സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം മത്സരരംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതുമാകുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചിലവിടുന്നതുമാകുന്നു. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ മറ്റു രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ ഫലങ്ങൾ ലഭിക്കും എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ പ്രവൃത്തികളിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പറയുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗം വളരെ ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതാകുന്നു. പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത നൽകുന്നതാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ, ചില വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. വളരെ കാലമായി നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം വാങ്ങുവാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു. അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പ്രധാനമായും പങ്കാളിയുമായി വളരെയധികം ആത്മബന്ധം നിങ്ങൾക്ക് വന്നു ചേരും. ശക്തമായ ബന്ധമായി തന്നെ മാറും. കൂടാതെ ഈ സമയം കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ കരിയറിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരും. കൂടാതെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ വിഷമങ്ങൾ, ആ ദുരിതങ്ങൾക്ക് പരിഹാരം ആവുക തന്നെ ചെയ്യും. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ലോൺ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. മറ്റൊരു രാശിയായി പറയുന്നത് ചിങ്ങം രാശിയാകുന്നു. ബുധ സംക്രമണത്തിന്റെ ശുഭഫലം മൂലം
ചിങ്ങം രാശിക്കാർക്ക് വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമായി മാറും. അതിനാൽ തന്നെ ഈ സമയം വിദ്യയിലുണ്ടായിരുന്ന ആ ആലസ്യം മറികടന്ന് മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെയധികം നേട്ടങ്ങൾ വിദ്യയുമായി ബന്ധപ്പെട്ട് ഈ സമയം നേടിയെടുക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ ഈ സമയം വളരെയധികം ഗുണപ്രദമായി മാറും എന്ന കാര്യവും അറിയുക. പണത്തിന്റെ നിക്ഷേപത്തിൽ നിങ്ങൾക്ക് മികച്ച വരുമാനം തന്നെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. അതേപോലെ തന്നെ നിങ്ങളുടെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ലാഭം ലഭിക്കാൻ അല്ലെങ്കിൽ ആദായം ലഭിക്കുവാൻ സാധ്യത ഈ സമയം കൂടുതലാകുന്നു. നിങ്ങളുടെ സമ്പത്ത്, സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ബുധന്റെ സംക്രമണത്തിന്റെ സ്വാധീനത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആത്മവിശ്വാസം, അറിവ് തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിക്കും. ബുദ്ധിപരമായ നേട്ടങ്ങളും ബുദ്ധി വർദ്ധിക്കുകയും അതിനാൽ തന്നെ വളരെയധികം നേട്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ടും വന്ന് ചേരാവുന്നതാകുന്നു. ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എങ്കിൽ പോലും മുൻപത്തേക്കാൾ വർദ്ധിക്കുന്ന സമയമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ അത് ശക്തമാവുകയും ചെയ്യുന്നതാകുന്നു. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഈ സമയങ്ങൾ പല കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കുന്നതാകുന്നു. അതേപോലെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും ഈ സമയം സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയും ഈ സമയം വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പറയുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാരുടെ അധിപൻ ബുധൻ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം രാശിയുടെ അധിപൻ ശുഭസ്ഥാനത്തേക്ക് നീങ്ങുന്നത് കന്നി രാശിക്കാരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും സന്തോഷവും വന്ന് ചേരുന്നതിന് അഥവാ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തന്നെ കണക്കാക്കപ്പെടുന്നു. അനാവശ്യമായി നിങ്ങൾക്ക് പണം ചെലവഴിക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരും. അതിനാൽ ധനനഷ്ടം സംഭവിക്കാവുന്നതാകുന്നു. അതിനാൽ ഈ സമയം ഇത്തരം ചെലവുകൾ വരുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. ഭാവിക്കായി പണം ചെലവഴിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്ത വന്നു ചേരുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം ലാഭിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഈ സമയം കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതാകുന്നു. തൊഴിൽ മാറാനോ അല്ലെങ്കിൽ നിലവിലെ തൊഴിലിൽ നിന്നുകൊണ്ട് തന്നെ ഉയർച്ച നേടുവാനോ നിങ്ങൾക്ക് സാധിക്കും. മറ്റു ജോലികൾ അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു ജോലികൾ നോക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം കൂടി തുണയ്ക്കുന്നതിനാൽ സാമ്പത്തികപരമായ നേട്ടങ്ങളും അതേപോലെ തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ വിജയസാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നതാകുന്നു. ഈ സമയം മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ ആലസ്യം അകന്ന് ഈ സമയം പഠനത്തിൽ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന അവസരമായി തന്നെ പറയാം. മറ്റൊരു രാശിയായി പറയുന്നത് ധനു രാശിയാകുന്നു. ധനുരാശിക്കാർക്ക് ബുധന്റെ സംക്രമണം മൂലം ചില അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. ധനുരാശിക്കാരുടെ വരുമാനം പെട്ടെന്ന് വർദ്ധിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഇവരിലേക്ക് വന്നു ചേരും. ബുധന്റെ ഈ സംക്രമണത്താൽ വിവാഹിതരായവരുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും പങ്കാളിയുമായുള്ള സ്നേഹം വളരെയധികം വർദ്ധിക്കുകയും ആത്മബന്ധം വർദ്ധിക്കുകയും തർക്കങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം വർദ്ധിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ ഒഴിയുകയും ശുഭകരമായ വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാകുന്നു. ഈ സമയത്ത് പെട്ടെന്ന് പണം ലാഭിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ഈ സമയം മുടങ്ങിക്കിടന്ന പല ജോലികളും പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ സമയമായതിനാൽ തന്നെ ഭാഗ്യം കൂടി തുണയ്ക്കുന്നതാകുന്നു. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. പ്രധാനമായും ഇത്തരത്തിൽ
ഈ രാശിക്കാർക്കാണ് പ്രധാനമായും ഈ കാര്യങ്ങൾ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക. ഏവരും ഇഷ്ടദേവതയെ കൂടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും.